ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു AJ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലെ ഒരു ആളെയും കൂടി കൂട്ടിയിട്ടാണ്. ആളെ ഞാൻ വഴിയെ പരിചയപ്പെടുത്താം. നിങ്ങളിപ്പോൾ നേരത്തെ ഫസ്റ്റ് സിനിമാറ്റിക് സീനൊക്കെ കണ്ടപ്പോൾ ആരാന്ന് മനസ്സിലായില്ലേ. പിന്നെ ഇന്നത്തെ വ്ളോഗിനൊരു പ്രത്യേകത ഉണ്ട്. ഇൻട്രോ പറയുന്നതും ഔട്ട്രോ പറയുന്നതും ഞാൻ വേറൊരു ക്യാമറ വെച്ചിട്ടാണ്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നൊരു ക്യാമറയാണ്. ഞാനിപ്പോൾ iPhone 8 ഇത് ഇൻട്രോ പറയുന്നത്. അപ്പോൾ മൈക്കൊന്നും വെച്ചിട്ടുള്ള ആ ക്യാമറയിൽ എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നമ്മുടെ ആ കക്ഷിനെ പരിചയപ്പെടാം. ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ പ്രമോദാണ് കൂടെ. പ്രമോദിൻ്റെ സൈക്കിളും ഉണ്ട്. പ്രമോദിൻ്റെ ഒരു കൂടപ്പിറപ്പാണ് ഈ സൈക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വ്ളോഗിലൂടെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ടു AJ വ്ളോഗ്സ്. നിങ്ങൾ കരുതുന്നുണ്ടാവും പ്രമോദ് എന്താണ് ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമിൽ വന്നിരിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരനെ കൊണ്ട് ഈ ഒരു ഡ്രസ്സിങ് ഇട്ടതാണ്. ഫുള്ള് റൈഡിൻ്റെ ഒരു ഡ്രസ്സപ്പാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഒരു റൈഡ് ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു ബ്രോ റൈഡ്? ഫുജേറയിൽ ഒരു റൈഡ് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ റെസ്റ്റ് ഒന്നും ചെയ്യാണ്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങളങ്ങനെ ഒരുമിച്ച് പോകുന്ന വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ബ്രോൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു. ബാക്കിയുള്ളത് ബ്രോയ്ക്ക് ഒരു ടീമുണ്ട് ഇവിടെ, സൈക്ലിംഗ് ടീം അല്ലേ, മൗണ്ടെയിൻ സൈക്ലിംഗ് ടീം എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട്. അതുപോലെ അതിലത്തെ ഒരു മെമ്പറും കൂടിയാണ് പ്രമോദ് ബ്രോ. പിന്നെ നമുക്ക് ആ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് ബാക്കി ഈ സൈക്കിളിൻ്റെ ഡീറ്റെയിൽസും ആക്സസറീസും ഗിയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഹലോ ഗായ്സ്, ഇതാണ് എൻ്റെ ടീമിൻ്റെ ജെർസിയാണ്. UAE മൗണ്ടൻ ബൈക്ക് ജുമേറ MTB എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് ജോയിൻ ചെയ്യണമെങ്കിൽ സത്വല് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾ അവിടെ രജിസ്റ്റർ ചെയ്യാനും പറ്റും. അവിടെ ഫ്രീ എൻട്രി ആണ് എല്ലാത്തിനും. പിന്നെ നല്ലൊരു ബൈസൈക്കിൾ ഉണ്ടായിരിക്കണം. ഇതാണ് എൻ്റെ ബൈസൈക്കിൾ. 210 എന്ന് പറയുന്ന ബ്രാൻഡാണിത്. ഇത് ഓൾമോസ്റ്റ് 1600 dirhams എല്ലാം ആവും ഇതിൻ്റെ റേഞ്ച്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സീറ്റ് നല്ല കംഫർട്ടാണ് സാധനം. അത് കഴിഞ്ഞിട്ട് ഹൈഡ്രോളിക് ബ്രേക്കാണ്. അപ്പോൾ ഏതൊരു ടെറൈൻ സ്ഥലത്ത് പോയാലും നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ, വിരൽ വെച്ച് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇത് എത്ര ഫാസ്റ്റിൽ പോയാലും നമുക്ക് നിൽക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഗിയറിൻ്റെ സിസ്റ്റമാണ്. ഇതിപ്പോൾ 9 സ്പീഡ് ഗിയറാണ് എൻ്റെ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇത് 3 ഗിയറാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇത് എല്ലാ ബൈക്കിലും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 3 ഗിയറേ കാണത്തുള്ളൂ. പിന്നെ ഇവിടെ ആണെങ്കിൽ 9 സ്പീഡ് ആണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. മെയ്ഡ് ഇൻ ഇറ്റാലിയാണ് ഇത്. ഷിമാനോയുടെ എല്ലാ പ്രോഡക്റ്റും വരുന്നത്. ഡിസ്ക്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഗിയർ ഷിഫ്റ്റ് എല്ലാം ഷിമാനോയുടെ പ്രോഡക്റ്റാണ് വരുന്നത്. ഇതിൻ്റെ ബ്രാൻഡ് 210 ബ്രാൻഡാണ്. ഇത് 3700 ആണ് ഇതിൻ്റെ സീരിയൽ നമ്പർ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1600 dirhams ആണ് വരുന്നത്. സൗണ്ട്. പിന്നെ സൈക്കിളിൻ്റെ ഓണിന് ഇതാ നോക്കിയ കയ്യിൽ ചെറിയൊരു സംഭവം, അത് ഈ ഹാൻഡിലിൽ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ സൗണ്ട് വരും. സൗണ്ടും വരും, ലൈറ്റും വരും. ഇപ്പോൾ ഒരു ലൈറ്റ് വരുന്നുണ്ട്. ഇത് നൈറ്റ് ഓടിക്കുകയാണെങ്കിൽ ഇത് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഓടിക്കാം. അപ്പോൾ ലൈറ്റുമായി. പിന്നെ നമുക്കൊരു എന്താ പറയുക, ഓൺ എന്ന് വേണമെങ്കിൽ പറയാം. ബെല്ലല്ല, ഹോണ്. സൈക്കിളിന് നോർമലി ബെല്ലാണ്, പക്ഷേ ഇത് ഒരു ഹോണാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അടിപൊളി ഒരു സെറ്റപ്പ് ബൈക്കാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, അടിപൊളിയാണ്. യൂസ് ചെയ്യുന്ന ഗ്ലാസ് ആണ് ഇത്. നൈറ്റ് വിഷൻ ഗ്ലാസ് ആണ് ഇത്. സംഭവം പ്ലെയിൻ ഗ്ലാസ് ആണല്ലേ. പുള്ളി നൈറ്റൊക്കെ റൈഡിന് പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാസ് ആണിത്. ഇതിൽ നമുക്കൊരു 2 മൊബൈൽ ഇടാൻ പറ്റും. പിന്നെ ഒരു പേൾസ്. ഇത് നമ്മുടെ ബെൽറ്റിൽ മീൻസ് ഇവിടെ ഹിപ്പിൽ കെട്ടിയിട്ട് വെക്കുന്ന പോലത്തെ ഒരു ടൈപ്പ് ബാഗ്. ഓക്കെ കൊള്ളാം. പിന്നെ ഒരു ചെറിയൊരു ചോക്ലേറ്റ്, ഒരു ചെറിയ സോഫ്റ്റ് ഡ്രിങ്ക് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ സ്പീക്കറാണ് സംഭവം. ബ്ലൂടൂത്ത് സ്പീക്കർ അല്ലേ. നമ്മൾ സൈക്കിളിൽ ട്രാവൽ ചെയ്ത് പോവാണെങ്കിൽ ബോറടിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ പാട്ട് കേട്ടോണ്ട് പോവാം. പുള്ളിക്കാരൻ്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇതൊരു ബാക്ക് ലൈറ്റ് ആണ്. ലൈറ്റ് ആൻഡ് വിത്ത് സെൻസറാണ്. ഇത് ഒരു ലൈന് പോലെ കാണിക്കുന്നത്. നല്ല ക്ലിയർ ആയിട്ട് കാണാൻ ഒരു 2 ലൈനാണ്. അപ്പം നമുക്ക് ആ റോട്ടിൽ ഇങ്ങനെ ചവിട്ടി പോണ സമയത്ത് ലൈനിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. ഒരു സെൻസർ, ഒരു ലൈനാണ് സംഭവം. പിന്നെ ബാക്ക് ലൈറ്റ് കൂടെയാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വേണം ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ഇത് ഹെൽമെറ്റിൽ ഫിക്സ് ചെയ്യുന്നതാണ് അല്ലേ?
ഇത് ഇവിടെയും ഇതിലും കൊടുക്കാം, ഇത് ഹെൽമെറ്റിലും കൊടുക്കാൻ പറ്റും. ഇത് ഒരു ഇതുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ദുബായിൽ ഇങ്ങനെ ഒരു സൈക്കിൾ ഓടിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ റോഡിലൂടെ സൈക്കിൾ ഓടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. പ്രമോദ് റൈഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ബാഗാണത്. ബാഗിൽ എന്തൊക്കെ ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ദുബായ് റോഡിൽ നമ്മൾ സൈക്കിൾ കൊണ്ട് ഇറങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടി ചോദിക്കാം. നമ്മൾ ഫസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് മെയിൻ ഗ്ലൗസ് ആണ്. ഗ്ലൗസ് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി ഇത് കിട്ടും, പേടെന്ന് പറയും. കാൽമുട്ടിൽ പരിക്ക് പറ്റാതിരിക്കാനുള്ള ഒരു ഷൂ ഇട്ടിരിക്കണം നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു വാച്ച് കൂടെ, നമ്മൾ എപ്പോഴും ടൈം ഒന്ന് നോക്കാൻ വേണ്ടി ഒരു വാച്ച് പിടിപ്പിക്കണം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു ഗ്ലാസ് മസ്റ്റായിട്ട് വേണം. പിന്നെ നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് റോട്ടിൽ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ധരിക്കേണ്ട ഒരു റിഫ്ലക്ഷൻ ഒരു ബെൽറ്റ് ഉണ്ട്. റോട്ടിൽ ഇറങ്ങുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഒരു ഹെൽമെറ്റ് വേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ പ്രമോദ് ബ്രോ. ഇപ്പോൾ എവിടെയെങ്കിലും ബ്രോ റൈഡിന് പോയിട്ട് പോലീസുകാർ ഇതുപോലെ ചോദിക്കുക, എന്തെങ്കിലും തടുത്ത് നിർത്താൻ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? നമ്മൾ പ്രോപ്പർ ഗിയർ യൂസ് ചെയ്യാത്തതുകൊണ്ടാണോ അതോ? ഇല്ല, അവരെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ലൈറ്റ് ഇല്ലെങ്കിൽ അവർ മസ്റ്റ്ലി പറയണ റിഫ്ലക്ഷൻ ബെൽറ്റാണ് നമ്മൾ ഇടേണ്ടതെന്ന് പറയും. ആ റിഫ്ലക്ഷൻ ബെൽറ്റ് ഇല്ലെങ്കിൽ, ഈ ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് റോട്ടിലിറങ്ങാം. 2 സൈഡ് ഫ്രണ്ടും ബാക്ക് ലൈറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, ഫൈനാണ്. അതില്ലാത്ത സമയങ്ങളിലാണ് നമ്മൾ റിഫ്ലക്ഷൻ ബെൽറ്റ് നമ്മൾ ധരിച്ചിട്ട് റോട്ടിലിറങ്ങണം. അതില്ലെങ്കിൽ എന്തായാലും 120 ദിർഹംസ് ഫൈന് ദുബായ് ഗവൺമെൻറ് ഇപ്പോൾ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ പ്രമോദിൻ്റെ ഈ സൈക്കിളും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്ളോഗായിരുന്നു ഇന്ന്. അപ്പോൾ ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്നത് എവിടെയെന്നറിയോ? DD3, അതായത് ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റ് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. ഞാൻ ഓൾറെഡി ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, കയറി ചെക്ക് ചെയ്യുക. അടിപൊളി ഒരു സ്ഥലമാണ്. വന്ന് കുട്ടികൾക്കും പാരൻസിനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കിടിലം പ്ലേസാണ്.
അപ്പോൾ മച്ചന്മാരെ കുറേ വീഡിയോസ് കണ്ടില്ലേ നിങ്ങൾ? പുള്ളിക്കാരൻ സൈക്കിളുമായിട്ട് സ്റ്റണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? ഈ ഇവിടെ ഡിസൈൻ ഡിസ്ട്രിക്റ്റ് പറഞ്ഞ സ്ഥലത്ത് ഒരു പാർക്ക് ഉണ്ട്, അവിടെ സ്കേറ്റിങ്ങും വോളിബോളും എല്ലാ ഗ്രൗണ്ടും ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ഈ ഒരു ഷോട്ട് എടുത്തത്. അപ്പോൾ പുള്ളിക്കാരനൊരു ചാനലുണ്ട്, പുള്ളിക്കാരൻ്റെ ചാനലിൻ്റെ പേരാണ് മോനു UAE വ്ളോഗ് എന്നാണ് പുള്ളിക്കാരൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക, എല്ലാവരും കയറി കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അത്രേ ഉള്ളൂ. ഓക്കെ ഗായ്സ്, അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ദിസ് ഈസ് അജീഷ് signing off from guys. This is Ajish signing off from AJ Vlogs. Sorry.